Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് പത്രങ്ങൾ വിതരണം ചെയ്യാനായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് പത്രം തരട്ടെ. അത് ഞാൻ ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യം നിങ്ങൾ ഫോട്ടോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വായനാശീലം വളർത്തുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടെ ഒരു വായനാശീലം വളർത്താനുള്ള ആ താല്പര്യം സാധനങ്ങളും നടത്തുകയും കാര്യമായിട്ട് ആദ്യം ഒരു ആഴ്ചയായുള്ള സ്കൂൾ വന്നത് സ്നേഹത്തോടെ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിനും നന്ദി മുഖം പറയുന്ന ഏറ്റവും സ്നേഹത്തോടെ സംസ്ഥാനം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സംസ്ഥാന നേതൃത്വത്തിലാണ് ബാക്കി ഇതൊക്കെ നമ്മളുടെ ഈ സ്കൂളിലേക്ക് കടന്നുവന്ന് ഇത് സ്പോൺസർ ചെയ്തിരുന്ന സന്തോഷാനും ജീവനങ്ങളും ഇതോടൊപ്പം കടപിടിച്ചതിനെ സ്നേഹത്തോടെ ഉദ്ഘാടനയാണെന്ന് പറയാൻ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന് വായനകളെയും വിവിധ ഭാഷാ പദ്ധതികൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന അടൂർ മോഡൽ സയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് സാർ, ബഹുമാനപ്പെട്ട സുരമ്യ മേഡം, പ്രിയപ്പെട്ട സിസ്റ്റർ, നമ്മുടെ സ്കൂളുകളിൽ ഭാഷാ പദ്ധതി എന്ന പേരിൽ ദിവ്യ ഭാഷാ പദ്ധതി എന്ന പേരിലൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ദിനപത്രങ്ങൾ വിതരണം ചെയ്യുന്നത് തീർച്ചയായിട്ടും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേറെ ശ്രദ്ധ ഒലിപ്പിക്കുന്ന നമ്മുടെ ലയൺസ് ക്ലബ്ബുകൾ, അതുപോലെ തന്നെ തിരിച്ച് മോഡൽ ലയൺസ് ക്ലബ് ഈരാറ്റുപേട്ടയുടെ പ്രസിഡന്റും ജില്ലാ കോർഡിനേറ്ററുമായ ശ്രീ ശ്രീമാൻ സാറിന്റെ ശ്രമത്തിൽ എല്ലാ വർഷവും ഇതുപോലെയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടക്കുന്ന ഈ നമ്മുടെ ദിനപത്ര വിതരണത്തിലൂടെ നമ്മുടെ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളും നല്ല രീതിയിൽ വായിച്ച് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി അറിവ് നേടി മുൻപോട്ട് നിങ്ങളെല്ലാ പ്രവർത്തനങ്ങളിലും വളരെ നന്നായിട്ട് വരണം. പഠിക്കുന്ന സ്നേഹപൂർവ്വം ഇത് സ്പോൺസർ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സന്തോഷ് സാറിനെ കുട്ടികളുടെ വന്ന് സംസാരിക്കാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ പിള്ളേരുടെ ക്ലാപ്പ് ഒരു വെരി പെക്യൂലിയർ ക്ലാപ്പ് അല്ലേ? നല്ല ട്യൂണുള്ള ക്ലാപ്പാണ്. ഒന്നുകൂടെ നമുക്ക് കൈയടിക്കണം. ഈ ക്ലാപ്പിന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ട്. ആ പാഷൻ എല്ലാവർക്കും വരത്തില്ല. നിങ്ങൾക്ക് സ്കൂളിൽ വരാൻ ഇഷ്ടമായിരിക്കും അല്ലേ? ആ പാഷനിൽ നിങ്ങൾ അത് ഡിസ്പ്ലേ ചെയ്തു. ഇപ്പൊ ഞങ്ങൾ ഈ മോഡൽ ലയൺസ് ക്ലബ് ദുബായിൽ ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഈ വായനശീലം, റീഡിങ്, അത് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ വായിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിവ് കൊടുക്കും? സ്കൂളിൽ പഠിച്ച ബുക്സ് മാത്രം പോരാ. നിങ്ങൾ 10ാം ക്ലാസ് 12 കോളേജൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പുറത്തു പോകും. നമുക്ക് അതിനേക്കാളും ഒരു നോളജ് ലെവൽ വേണം. അപ്പൊ അതിന് വായനശീലം. വ്യക്തിത്വങ്ങളെ, ഇന്ന് നമ്മുടെ സ്കൂളിൽ ഒരു വലിയ പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞത്. അടുത്ത ദിവസങ്ങളിലൊക്കെ വായനാ ദിനം വരികയാണ്. അപ്പം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് വായന ഒരു അരോചകമായിട്ട് മാറിയിരിക്കുകയാണ്. ഫോൺ ഉപയോഗവും മറ്റ് ടിവിയുടെ പുറകെയും ഇതൊക്കെയാണ് കുട്ടികൾക്ക് വായനാശീലം പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഇവിടെ ഒരു വലിയ സംരംഭത്തിന് ഇവര് നേതൃത്വം നൽകുകയാണ്. ഞാൻ ഇവരുടെ മുന്നിൽ ഒരു അപേക്ഷയോടെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഒരു 5-6 വർഷം മുമ്പ് നമ്മുടെ സ്കൂളില് പാവപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. ഒരു സൈക്കിൾ വാങ്ങിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളെ സൈക്കിളുകളിൽ അറിയാവുന്ന കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. 5-6 വർഷം മുമ്പ് പൈക ഡാൻസുകാര് അതൊരു 6 സൈക്കിൾ ഞങ്ങൾ തരികയുണ്ടായി. അപ്പൊ ആ സൈക്കിള് ഓരോ വർഷം 13,000 രൂപ മുതൽ ഞങ്ങൾ നന്നാക്കി വരികയാണ്. അപ്പം ആ സൈക്കിള് പോയിട്ടുണ്ട്. ഒരു 3-4 സൈക്കിള് സ്പോൺസർ ചെയ്തതിനെങ്കിൽ ഉപകാരമായിരുന്നു. ആ ഒരു അപേക്ഷയോടെ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു വലിയ സംരംഭം ഉദ്ഘാടനം ചെയ്ത പെണ്ണമ്മ ടീച്ചറാണ്. ടീച്ചറിന്റെ കുറെ വർഷങ്ങളായിട്ട് ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴൊക്കെ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൽ ഒത്തിരി സഹായങ്ങൾ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം പുതിയ കുട്ടികൾക്ക് അറിയില്ല. ഇപ്പം സംരംഭമായിരുന്നു ടീച്ചറുടേത്. ടീച്ചറെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് സ്കൂളിന് പേരുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ലയൺസ് ക്ലബ് അടൂർ എമിറേറ്റ്സ് അതിലെ പ്രസിഡന്റ് Wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.